കോഴിക്കോട് മൂഴിക്കലിലെ കൊലപാതക കേസ് പ്രതി അദ്നാന്റെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുന്നു. ബന്ധുവായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ അദ്നാൻ പിടിക്കപ്പെടും എന്നായപ്പോൾ ആത്മഹത്യ ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലപ്രയോഗത്തിന്റെ സൂചനയില്ല. മുറിയുടെ വാതിലകത്തു നിന്ന് പൂട്ടിയിരുന്നു. മുഖത്ത് സ്വയം സെല്ലോ ടേപ്പ് ചുറ്റിയാണ് എന്നാണ് നിഗമനം. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ മരണം സംബന്ധിച്ച് ദുരൂഹതയില്ല എന്ന് പോലീസ് പറയുമ്പോൾ എന്താണ് പോലീസ് വിശദീകരിക്കുന്നത്? സ്മൃതി, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബന്ധുവായ 20 വയസ്സുകാരൻ കൊലപ്പെടുത്തുകയും ബന്ധുവായ 20 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതേ ആ സംഭവത്തിൽ ഈ 20 വയസ്സുകാരനായ പ്രതിയുടെ ബന്ധുക്കൾ ഇതിൽ ഒരു കൊലപാതകത്തിന്റെ ഒരു ദുരൂഹത സംശയിച്ചിരുന്നു. മാത്രമല്ല, ഇത് കേൾക്കുന്നവർക്കും ഒരു സംശയം ഉണ്ടാകും. കാരണം ആ പെൺകുട്ടി ഒരു മുറിയിൽ മരിച്ചു കിടക്കുന്നു, അത് കൊലപാതകമാണെന്ന് പറയുന്നു. മറ്റൊരു മുറിയിൽ സെലോ ടാപ്പ് ചുറ്റിയ നിലയിൽ ഈ 20 വയസ്സുകാരൻ കിടക്കുന്നു. അപ്പൊ സ്വയം സെലോ ടാപ്പ് ചുറ്റി അങ്ങനെ മരിക്കാൻ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ ആരെങ്കിലും കൊന്നതാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ആ ദുരൂഹത ഇപ്പോൾ പോലീസ് തള്ളിക്കളയുകയാണ്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ 2 കാര്യങ്ങളാണ് ഇപ്പോൾ അങ്ങനെ നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചിട്ടുള്ളത്. ഒന്ന്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. ശ്വാസം മുട്ടിയാണ് ആ 20 വയസ്സുകാരനായ അദ്നാൻ മരിച്ചിട്ടുള്ളത്. ഒരു ബലപ്രയോഗത്തിന്റെ, നല്ല ആരോഗ്യമുള്ള ശരീരമാണ്, 20 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. അവനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ബലപ്രയോഗമോ ശരീരത്തിൽ മുറിവുകളോ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ശ്വാസം മുട്ടിയുള്ള മരണമാണ്. സ്വാഭാവികമായിട്ടും സ്വയം ഈ സെലോ ടാപ്പ് ചുറ്റി മരിച്ചു എന്ന് തന്നെയാണ് അതിൽ നിന്ന് നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. രണ്ടാമത്തെ കാര്യം, പോലീസ് എത്തുമ്പോൾ ഈ 20 വയസ്സുകാരൻ കിടന്ന മുറി അകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് പുറത്തു നിന്ന് ചവിട്ടി തുറക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കൊന്നിട്ടതാണെങ്കിൽ അകത്ത് നിന്ന് പൂട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി പോലീസ് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഈ കേസിൽ പോലീസ് മറ്റൊരു വഴിക്ക് അന്വേഷിച്ചിരുന്നത് ഇവന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം പുറത്തു നിന്ന് കിട്ടിയിരുന്നോ എന്ന കാര്യത്തിലാണ്. അതിൽ ചില സുഹൃത്തുക്കളെയൊക്കെ മൊഴിയെടുക്കുകയും അവരുടെയൊക്കെ ഫോണുകളൊക്കെ പരിശോധിച്ചിരുന്നു. പക്ഷെ അങ്ങനെ പുറത്തുനിന്നൊരു സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മരണത്തിൽ ദുരൂഹതയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് പോലീസ് എത്തുന്നത്.